സോറി ഭൈരവിയമ്മേ. എന്റെ ഗൗതം അറിയാത്ത ഒരു കാര്യവും എന്റെ ജീവിതത്തിലില്ല. മാത്രമല്ല, ഞാൻ എന്തിനാണ് പുറത്തു പോയതെന്നും ഇപ്പൊ ഞാൻ ഭൈരവിയമ്മയെ സത്യം ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹത്തിനറിയാം. അവനോട് സത്യം പറഞ്ഞോളൂ, അല്ലെങ്കിൽ വേണമെങ്കിൽ അവനെ ഒന്ന് പറ്റിച്ചോളൂ. എന്തായാലും വസുവിനെ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല എനിക്ക്. എന്നെ ഉപയോഗിച്ച് നിന്നോട് ചെയ്തതിന് മുഴുവൻ പകരം വീട്ടിയിട്ടേ ഞാൻ ഇവിടുന്ന് പോവും. അതെന്റെ തീരുമാനമാണ്. ഭൈരവിയമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നീയും ഗൗതവും കൂടി ബാക്കി എല്ലാവരുടെയും മുന്നിൽ ഇനി അങ്ങോട്ടും എന്റെ ശത്രുക്കളായിരിക്കും ഞാൻ ഇവിടുന്ന് പോകുന്നവരെ. ഇനി ഞാൻ പറയുന്നത് പോലെ ആയിരിക്കണം നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. എന്തു പറയുന്നു? സമ്മതിച്ചോ? സമ്മതിച്ചു. എന്തായെന്നൊരു പിടിയും കിട്ടുന്നില്ലല്ലോ. വസു, നിനക്കാവുമ്പോ ഭൈരവിയമ്മയോട് എന്തെങ്കിലും പറയാനുള്ള അധികാരമുണ്ട്. നീ ഒന്നങ്ങോട്ട് ചെല്ല്. ഏട്ടത്തി എന്താ ഈ പറയുന്നേ? എനിക്ക് എന്ത് അധികാരം ഉണ്ടെന്നാ? തിരുവോണത്തിന് ആ മരതകമാല എന്റെ കഴുത്തിൽ വീഴുന്നത് വരെയും വസുന്ധര വെറും വസുന്ധര മാത്രം എഴുതി. അത് കഴിഞ്ഞ ഈശ്വരമംഗലത്തെ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ് വസുന്ധര എന്ന് പറയാം. അതുവരെ ഒന്നും ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല. അങ്ങനെയല്ല വസു, നിന്നോട് ഭൈരവിയമ്മയ്ക്ക് ഒരു പ്രത്യേക അടുപ്പുള്ളതല്ലേ. നീ വിചാരിച്ചാ ഒരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും. നോക്കെടുത്തി, സാധാരണഗതിയില് നിധിയോട്